ഹായ്, പേരെന്താ? ആൻമരിയ. കൺഗ്രാറ്റുലേഷൻസ്. എന്താണത്? അവൻകണ്ണിച്ച ഒരു ഗവൺമെന്റിലേക്ക് നമ്മൾ ഫുൾ ഓഫ് ക്രിയേറ്റീവ് സാധനങ്ങൾ, നമ്മുടെ ഐഡിയയിൽ ഫുൾ ക്രിയേറ്റീവ്നെസ് കണ്ടിട്ടുണ്ടാണ്. ആൻമരിയുടെ കൂടെ പാരന്റ്സ് ഉണ്ട്. ഹായ് അങ്കിൾ. ഹായ്, പേരെന്താ? ഷാബു. ദിബി ഷാബു. ദിവി ഷാബു. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സന്തോഷം കൊണ്ട് സന്തോഷം. അവളുടെ ഡെഡിക്കേഷൻ കിട്ടിയ അംഗീകാരം, അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. കണ്ണൊക്കെ നിറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ കൂടുതൽ പറയാനുണ്ട്. മോളെങ്ങനെ വീട്ടിലൊരു ഡിസൈനർ തന്നെയാണോ? ഞാൻ ബേസിക്കലി ഒരു 10-12 വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് തന്നെയാണ്. ചെറുപ്പം മുതൽ അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഇതിനോടൊരു താല്പര്യമുണ്ട്. അതെ. പിന്നെ എടുക്കുമ്പോ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എളുപ്പമല്ല മനസ്സിലായി. പക്ഷെ ആ ഒരു മാസത്തോളായിട്ട് അവർ ഇതിന്റെ പുറകെയാണ്, ഉറക്കൊളച്ചിട്ട് ഇതിന്റെ പുറകെയാണ്. പക്ഷെ അതിന് കിട്ടിയ ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വർക്കിന് കിട്ടിയ അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. റിസൾട്ട് എല്ലാവരും നന്നായി തന്നെ ചെയ്തു. അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരാളെ വെച്ച് അങ്ങനെയല്ല, എന്നാലും അവരുടെ ആ ഡെഡിക്കേഷൻ കിട്ടിയ ഒരു അംഗീകാരം എന്ന് തന്നെ എടുത്തു പറയണം. എല്ലാവരും, എല്ലാ ഡിസൈനേഴ്സും ഇഷ്ടപ്പെട്ട കുട്ടികൾ. ആൻഡ് എന്താണ് നിർമ്മലിനെ പറ്റി എന്താണ് പറയുന്നത്? നിർമ്മലിനെ പറ്റി ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ നിൽക്കണേ. എനിക്ക് ഒരു അവാർഡ് ആക്ച്വലി കയ്യിൽ കിട്ടാൻ സാധിച്ചത് നിർമ്മല തന്നെയാണ്. മിസ്സുമാര് ഫുള്ളി ഗൈഡൻസ്, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂടാ. അവര് നന്നായി ഗൈഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പാരന്റ്സിനോട് ചോദിക്കട്ടെ, ഇനി ആരെങ്കിലും ഒരു കുട്ടി ഒരു ഫാഷൻ ഡിസൈനർ ആവണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർമ്മലിനെ സജസ്റ്റ് ചെയ്യൂ? ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. എന്റെ ഒരു ഫീൽഡ് അതായതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമാണ്. പിന്നെ നിർമ്മല കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 3 വർഷം കൊണ്ട് അവർ അതിന് ഈ കുട്ടികളെ ഫോർമേഷൻ നടത്തുമായിരുന്നു. കാരണം ഒന്നും അറിയാത്തൊരു കുട്ടികള് ഇവിടെ പഠിച്ച് ഒരുപാട് ഈ പ്രോഗ്രാമുകളിലൂടെ ശരിക്കും ഫോർമേഷൻ കടന്ന് അവർ ഈ ഒരു നിലയിലെത്തുകയാണ് ശരിക്കും ചെയ്യണത്. ഇവര് വരുന്ന സമയത്ത് ചിലപ്പോ ഇപ്പൊ ഇവളെ സംബന്ധിച്ച് കുറച്ചൊക്കെ അറിയായിരുന്നു, പക്ഷെ ഒന്നും അറിയാത്ത കുട്ടികള് ഈ ഒരു രീതിയിലേക്ക് ആ ഒരു ഡിസൈനർ ഇതിലേക്ക് എത്താനായിട്ട് ടീച്ചേഴ്സ് ഒരു ഡിസൈനറായി ഒരു അവാർഡ് വരെ മേടിക്കാൻ മനസ്സിലായി. അത്രയും നന്നായിട്ട് ഓരോ കുട്ടികളും ഡെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വലിയൊരു ഡിസൈനറായി മാറട്ടെ. താങ്ക് യു.